ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച നമോ ധർമായ മഹദേ നമഃ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷേ സനാതനാൻ. ശ്രേഷ്ഠമാം ധർമ്മത്തെ ഞാൻ നമിക്കുന്നിതു, വിഷ്ടപകൃത്താം ഹരിക്കായി നമസ്കൃതി. ബ്രാഹ്മണരെയും നമിച്ചു സനാതന ധർമ്മങ്ങളെ ചൊല്ലിടുന്നേനനുക്രമം. ഏതദ്വക്കദിദം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിർയദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. വിപ്രരെ, നിങ്ങളെന്നോട് ചോദിച്ച പോലെ അത്ഭുതമായി ശ്രവണോചിതമായിടും ശ്രീ മഹാവിഷ്ണു ചരിതം ഭവാന്മാരോടാമോദപൂർവം വിവരിച്ചു ചൊല്ലിനേൻ. ഭാഗവതമിതിൽ സർവപാപഹരനാകും ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഭക്തവാത്സല്യാദി നാനാഗുണഗണമൊക്കെയും കീർത്തിച്ചിരിക്കുന്നു വേണ്ട പോൽ. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ലോകോത്ഭവലയസ്ഥാനമായി ഗുഹ്യമാമേകം പരബ്രഹ്മവും സവിജ്ഞാനമാം ജ്ഞാനവും ജ്ഞാനപ്രകാശകമാമുപാഖ്യാനവും എന്നാലിതിലുക്തമായിതോ. ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. ഭക്തിയോഗം തദാലംബനമായ വൈരാഗ്യം പരീക്ഷനൃപാല ചരിത്രവും നാരദാഖ്യാനവും ഇപ്പുരാണം തന്നിൽ നേരെ കഥിച്ചിരിക്കുന്നിതു മാമുനേ. പ്രായോ ഭവേശോ രാജർഷേർ വിപ്രശാഭാത് പരീക്ഷിതഃ ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിതഃ. വിപ്രശാപത്തിനാലാസന്ന മൃത്യുവാമപ്പരീക്ഷിത്തു തൻ പ്രായോപവേശവും ശ്രീശുക ശ്രീവിഷ്ണുരാധ സംവാദവും ഭാഷിച്ചിതാദിമസ്കന്ധത്തിൽ മാമുനേ. യോഗധാരണയോത്ക്രാന്തിഃ സംവാദോ നാരദാചയോഃ അവതാരാനുഗീതം ച സർഗപ്രാധാനികോ ഘ്രദഃ. നാരദാതൃസംവാദങ്ങളും അവതാരാനുഗീത വിരാട് സർഗലീലകൾ യോഗപ്രഭാവം നിമിത്തമായി ജീവനുണ്ടാകും ഗതിയും ദ്വിതീയത്തിൽ വർണ്ണിതം. വിദുരോദ്ധവ സംവാദഃ ക്ഷത്രമൈത്രേയോസ്തതഃ പുരാണ സംഹിതാ പ്രശ്നോ മഹാപൂരുഷ സംസ്ഥിതിഃ. ഉദ്ധവ ശത്താക്കൾ തൻ ഭാഷണങ്ങളും ശത്രുമൈത്രേയ സംവാദവുമായതിൽ ക്ഷത്താവു ചെയ്ത പുരാണ സംബന്ധമാം ചോദ്യങ്ങളും ഭഗവത് സംസ്ഥിതീയതും. തദപ്രാകൃതികഃ സർഗഃ സപ്തവൈകൃതികാശ്ച യേ തതോ ബ്രഹ്മാണ്ഡ സംബോധിർ വൈരാജഃ പുരുഷോ യതഃ. പിന്നെ പ്രകൃതി ഗുണമേളനത്തിനാൽ തീർന്ന സംഘം മഹദാദി തത്വങ്ങളും തദ്വികാരങ്ങളുമായതിൽ നിന്നണ്ടമുദ്ധിതമായതീലാ വിരാട് ജന്മവും. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതിഃ പദ്മസമുദ്ഭവഃ ഭുവ ഉദ്ധരണേ ബോധേഃ ഹിരണ്യാക്ഷവധോ യഥാ. സ്ഥൂലസൂക്ഷ്മാംഗകാലസ്വരൂപവും ചാലവേനാഭീസരസിജോദ്ഭൂതിയും അബ്ദിയിൽ നിന്നും ധരയുദ്ധരിച്ചതും കൽപ്പേറുമാഹിരണ്യാശനെ കൊന്നതും. ഊർധ്വത്തിര്യഗ്വാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീശ്വരസ്യാധ യതസ്വയംഭുവോ മനുഃ.
മേലുകീഴും വിലങ്ങത്തിലും സഞ്ചരിച്ചാളുന്ന ജീവിജാലത്തിൻ സമുദ്ഭവം. രുദ്രസംസൃഷ്ടിയും അർദ്ധനാരീനരസൃഷ്ടിയാൽ സ്വയംഭുവ മനോത്പത്തിയും. ശതരൂപാച്ഛയാ സ്ത്രീണാമാധ്യാ പ്രകൃതിരുത്തമ സന്ധാനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഃ. നാരീമണി മാതൃകയായി പ്രകൃത്യവതാരമാകും ശതരൂപതൻ ജന്മവും ധർമ്മധാരങ്ങൾ തൻ സന്തതികൾക്കിഴും ജന്മം പ്രജാപതി കർദമൻ തൻ ജനീ. അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മനഃ ദേവഹൂത്യാശ്ച സംവാദഃ കപിലേന ച ധീമതാ. പിന്നെ കപില മഹാത്മാവു തൻ ജനുസുന്നത ബുദ്ധിമാനാമസ്തുതനോടായി ദേവഹൂത്യാഖ്യായ മാതാവു തന്നെ സംവാദവും തൃതീയത്തിൽ പെടുന്നിതേ. നവബ്രഹ്മസമുത്പത്തിർദക്ഷയജ്ഞോ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോ പ്രാചീനബർഹിഷഃ. നാരദസ്യ ച സംവാദസ്തതപ്രയൈവ്രതം ദ്വിജാഃ നാഭേസ്തഥോനുചരിതം വൃഷഭസ്യ ഭരതസ്യ ച. പിന്നെ നവബ്രാഹ്മണ പ്രദേശോത്ഭവം മുന്യഗ്രമാദക്ഷയാഗവിധ്വംസനം ധന്യം ധ്രുവചരിതം പൃഥുവൃത്തവും വർണ്ണിച്ചു നാലിൽ ബഹിർനാരദോക്തിയും. മന്നൻ പ്രിയവ്രതൻ നാഭീഋഷഭനും ധന്യൻ ഭരതനിവരുടെ വൃത്തവും.